കോടഞ്ചേരി ഉരുൾപൊട്ടൽ നാശനഷ്ടം ഏറെ. എന്തൊക്കെയാണിത്? കാലഗതി. താമരശ്ശേരിയിൽ മകൻ ഇങ്ങോട്ടൊക്കെ താമരശ്ശേരി മകൻ അച്ഛനെ കുത്തിക്കൊന്നു. ഇതിന്റെ അടുക്ക് അമ്മനെ കുത്തിക്കൊന്നതും താമരശ്ശേരി തന്നെയല്ലേ? അമ്മനെ കുത്തിക്കൊന്നു കഴിഞ്ഞാലോ? പിന്നെ അന്തരം ഒരുത്തനെ എടുത്ത് വളർത്തുന്നുണ്ട്. ഈ വലുപ്പലത്ത് വളർത്തിയാ ദത്തുപുത്രൻ. ഇതൊക്കെ കാണണേ ഓന്റെ അവസ്ഥ ആലോചിക്കുന്നേ. അങ്ങനെ ഓൻ നല്ലോണം ഈ വെറുതെ ഓരോ പറഞ്ഞു നല്ലോണം കുടുംബത്തിനെ തെറ്റിക്കണ്ട. എല്ലാം കഴിഞ്ഞു കൂടണപ്പോ എന്തോ ചെയ്യുന്ന വിചാരിച്ചിട്ട് ചെയ്തിട്ടത് ഓനായിട്ട് കൂട്ടുകെട്ടൊന്നും ഇല്ലല്ലോ. നീ എന്ന് പാട് പോയി ആയിട്ടോ പറയാൻ നിക്കണ്ടതോ? നിങ്ങളെന്നോട് കാത്തിരിക്കുന്ന ഭീഷണി. എന്റെ മോനിപ്പോ ഇതൊന്നും കണ്ടില്ലേ? എന്റെ മോന് ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ ഉണ്ടാവൂല. ഓൻ വെറുതെ ഏതായാലും നിക്കും. ഏതോലെ മോനെ, ഞാന് മോന്റെ കഥ അറിഞ്ഞു. എന്റെ മോന് 2 ദിവസം മാറി നോക്കുമ്പോഴൊക്കെ പുല്ലാക്കിണ്ട്. ഓൻ ഇതൊന്നും ഇഷ്ടപ്പെടൂല. ഓൻ എല്ലാ കാര്യവും ഇങ്ങനെ ചെയ്തോണ്ട് നിൽക്കും. നല്ല മോനല്ലേ എന്റെ? താമരശ്ശേരി കുത്തി കൊന്നു മോന് അമ്മന മോന് ബാപ്പനെ. ഇത് ദത്തുപുത്രനുണ്ടല്ലോ ഒന്ന് പോത്തിന്റെ അത്ര എളുപ്പമായില്ലേ? നോക്കിക്കോളാണ്ട് കണ്ടറിഞ്ഞാന്. നീ ഓനിപ്പോ നല്ലായിരിക്കും. എന്റെ കൂട്ടിക്കെട്ട് എന്തോ തെറ്റുണ്ടെങ്കിൽ സുലൈമാൻ പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ എന്റെ മോനത് ചെയ്യൂല. എന്റെ മോൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാവനാ. ആരും ചെയ്യും വിചാരിച്ച് ചെയ്യുന്നതല്ല, സാഹചര്യങ്ങൾ ചെയ്തു പോണാണ്. ശ്രദ്ധിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം പ്രത്യേകിച്ച് പറയൂ, ഈ എനിക്ക് അമ്മനെയൊക്കെ തട്ടിക്കൂടെ? ഈ എന്നെ ദത്തുപുത്രനല്ല, വേറെ ആരും ചോദിക്കാനില്ല, തട്ടിക്കാളാൻ പറയൂ. നോക്കിയോളാണ്ടി. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. നീ ആൾ പോയി ചൂടാക്കാൻ വേണ്ട. ആമിന, നമ്മളെ മോൻ എത്ര മണിക്ക് എത്തുമെന്ന് പറഞ്ഞേ? ഓനെ കാണാനൊക്കെ തീരെ നിന്നൂടെ? ഓൻ ഇപ്പൊ എത്തൂലേ? ഓനും വരുമോ? ഓൻ വേഗം വരൂ. ഓൻ വേഗം വരുന്ന എവിടെ നിക്കല്ലോ. അല്ലാ, എന്റെ കുഞ്ഞ് എപ്പഴാവും വരിക? നിങ്ങൾ വീട് നടക്കും പോലെ ഇങ്ങനെ ആട്ടം കൊണ്ട് നടക്കണം. ഓൻ കൊണ്ട് വരൂ. ഓൻ 5-10 മിനിറ്റിനുള്ളിൽ ഓൻ നിർത്തിക്കോളൂ. എനിക്ക് ഞാൻ പറഞ്ഞാ മതി. എന്തേലും ഒരു വേജാറായിട്ട് നിന്നൂടാ. നിങ്ങളിങ്ങനെ വേജാറ്